ഇംഗ്ലീഷ് ഗ്രാമറിലെ പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഓരോന്നും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നൗൺ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിനോ സ്ഥലത്തിനോ ഏതെങ്കിലും വസ്തുവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ പേരിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഡാനിയൽ, ലണ്ടൻ, ടേബിൾ, ഹോം. യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മേരി യൂസസ് എ ബ്ലൂ പെൻ ഫോർ ഹെർ നോട്ട്സ്. മേരി എന്നുള്ളതും നോട്ട് എന്നുള്ളതും എന്താണ്, പെൻ എന്നുള്ളതുമെല്ലാം ഇവിടെ എന്തായിരിക്കുന്നു, നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. Pronoun. A pronoun is used in place of a noun or noun phrase to avoid repetition. Pronoun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ വേറൊരു നൗൺ ഫ്രേസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ഐ, യു, ഇറ്റ്, വി, അസ്, ദം, ദോസ്. പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഐ വാണ്ട് ഹെർ ടു ഡാൻസ് വിത്ത് മീ. ഹെർ, അവൾ എന്നൊപ്പം ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹെർ എന്ന വാക്കാണ് ഇവിടെ പ്രോനൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ആഡ്ജക്റ്റീവ്, ഡിസ്ക്രൈബ്സ്, മോഡിഫൈസ് ഓർ ഗിവ്സ് മോർ ഇൻഫർമേഷൻ എബൌട്ട് എ നൗൺ ഓർ എ പ്രോനൗൺ. ഒരു നൗണിനെ കുറിച്ചോ പ്രോനൗണിനെ കുറിച്ചോ കൂടുതൽ വിശദമായി വിവരിക്കുകയോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുകയോ കൂടുതൽ ഇൻഫർമേഷൻ നൽകുകയോ ചെയ്യുന്നതിനെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കോൾഡ്, ഹാപ്പി, യങ്, ടു, ഫൺ. പ്രയോഗിക്കുന്നത് എങ്ങനെയാണ്. ദ ലിറ്റിൽ ഗേൾ ഹാസ് എ പിങ്ക് ഹാറ്റ്. ഗേൾ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ലിറ്റിൽ ഗേൾ. ഹാറ്റ് എന്നുള്ളതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് പിങ്ക് ഹാറ്റ്. ദെൻ വെർബ്. വെർബ് ഷോസ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീങ്. ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത്. അതിൻ്റെ വാക്കുകൾ ഗോ, സ്പീക്ക്, ഈറ്റ്, ലീവ്, ആർ, ഈസ്. ഐ ലിസൺ ടു ദ വേർഡ് ആൻഡ് ദെൻ റിപ്പീറ്റ് ഇറ്റ്. ഐ ലിസൺ ടു ദ വേർഡ്. ലിസൺ, ശ്രദ്ധിച്ചു, ഒരു വെർബാണ്. ആൻഡ് റിപ്പീറ്റ് ഇറ്റ്, റിപ്പീറ്റ് ചെയ്തു ഇത്, അത്. Adverb modifies a verb, an adjective or another adverb. ഒരു വെർബിനെയോ ആഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ വേറൊരു അഡ്വെർബിനെയോ മോഡിഫൈ ചെയ്യുന്ന വിശേഷിപ്പിക്കുന്നതിനെയാണ് അഡ്വെർബ് എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് ഹൗ ഓഫൺ, വെയർ, വെൻ. എക്സാമ്പിൾസ്: സ്ലോലി, വെരി, ഓൾവേസ്, വെൽ, ടു. Yesterday I ate my lunch quickly. Yesterday I ate my lunch quickly. ഇവിടെ ക്വിക്ക്ലി എന്ന വാക്ക് അഡ്വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ഓഫ് എ നൗൺ ഓർ എ പ്രോനൗൺ ടു അനദർ വേർഡ്. എക്സാമ്പിൾസ്: അറ്റ്, ഓൺ, ഇൻ, ഫ്രം, വിത്ത്, എബൌട്ട്. I left my keys on the table for you. ഓൺ ദ ടേബിൾ. ഓൺ, ടേബിളിന് മുകളിൽ, അതാണ് അവിടെ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൺജങ്ഷൻ ജോയിൻസ് ടു വേർഡ്സ്, ഐഡിയാസ്, ഫ്രേസസ് ടുഗദർ ആൻഡ് ഷോസ് ഹൗ ദേ ആർ കണക്റ്റഡ്. ഏതെങ്കിലും രണ്ട് വേർഡുകളോ ഏതെങ്കിലും രണ്ട് ഐഡിയാസോ ഫ്രേസസോ ഒക്കെ ഒന്നിച്ച് ചേർത്തിട്ട് അതെങ്ങനെയാണ് പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ: ആൻ, ഓർ, ബട്ട്, because, yet, so. I was hot and tired but still finished it. I was hot and tired but I still finished it. ബട്ട് എന്നുള്ള വാക്കാണ് ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്ന കൺജക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ്റർജെക്ഷൻ എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് എക്സ്പ്രസ് എ സ്ട്രോങ് ഇമോഷൻ. ഇറ്റ് ഈസ് എ ഷോർട്ട് എക്സ്ക്ലമേഷൻ. ഒരു ഷോർട്ട് എക്സ്ക്ലമേഷൻ ആയിരിക്കും, ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നതായിരിക്കും.
വേർഡ് ഓഫ് പ്രൈസ് ദാറ്റ് എക്സ്പ്രസ് എ സ്ട്രോങ് ഇമോഷൻ. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷനെ കാണിക്കുന്ന ഒരു ഷോർട്ട് എക്സ്ക്ലമേഷൻ ആയിരിക്കും. ഓ, ഹേ, ഓ, വാച്ച് ഔട്ട്. ഓ, ഐ പാസ് മൈ ഇംഗ്ലീഷ് എക്സാം. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് ഒരു തരത്തിലും കൂടെ കാണാം. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഫസ്റ്റ് വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ആണ്, ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എക്സാമ്പിൾ വേർഡ്സ് എന്ന് പറയുന്നത് ബി, ഹാവ്, ഡു, ലൈക്ക്, വർക്ക്, സിങ്, ക്യാൻ, മസ്റ്റ്. എക്സാമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് മൈ ഡോഗ് ഈസ് എ കൂലി. ഐ ലൈക്ക് ടു പ്ലേ ഫെച്ച് വിത്ത് ഹെയർ. നൗൺ, തിങ് ഓർ പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തുവിനെക്കുറിച്ചോ ഒരു പേഴ്സണെക്കുറിച്ചോ പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. പെൻ, ഡോഗ്, വർക്ക്, മ്യൂസിക്, ടൗൺ, ലണ്ടൻ, ടീച്ചർ, ജോൺ. ദിസ് ഈസ് മൈ ഡോഗ്. ഹി ലീവ്സ് ഇൻ മൈ ഹൗസ്. വി ലീവ് ഇൻ ലണ്ടൻ. ദിസ് ഈസ് മൈ ഡോഗ്. ഡോഗ്. ഹി ലീവ്സ് ഇൻ മൈ ഹൗസ്. ഹൗസ്. വി ലീവ് ഇൻ ലണ്ടൻ. ലണ്ടൻ. ഇതെല്ലാം അവിടുത്തെ നൗൺ വേർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് എ നൗൺ. ഏതെങ്കിലും ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. എ ഓർ ആൻ, ദ, 69, സം, 69 എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ, സം, ഗുഡ്, ബി, റെഡ്, ഏതെങ്കിലും ഒരു കളറ്, വെൽ, ഇൻട്രസ്റ്റിംഗ്. മൈ ഡോഗ് ഈസ് ബിഗ്. ഐ ലൈക്ക് ബിഗ് ഡോഗ്സ്. മൈ ഡോഗ് ഈസ് ബിഗ്. ഐ ലൈക്ക് ബിഗ് ഡോഗ്സ്. ബിഗ് എന്നുള്ള വാക്ക്. അഡ്വെർബ് ഡിസ്ക്രൈബ്സ് എ വെർബ്, അഡ്ജക്റ്റീവ് ഓർ അഡ്വെർബ്. ഏതെങ്കിലും ഒരു വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ അഡ്വെർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്വെർബ് എന്ന് പറയുന്നത്. ക്വിക്ക്ലി, സൈലൻ്റ്ലി, വെൽ, ബാഡ്ലി, വെരി, റിയലി. മൈ ഡോഗ് ഈറ്റ്സ് ക്വിക്ക്ലി. When he is very hungry, he eats really quickly. Pronoun replace a noun. ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് pronoun. I, you, he, she, some. താര ഈസ് ഇന്ത്യൻ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. താരയ്ക്ക് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഷീ. അതൊരു pronoun ആയിട്ട് ഉപയോഗിക്കുന്നു. Preposition ലിങ്ക്സ് എ നൗൺ ടു അനദർ വേർഡ്. ഒരു വേർഡിനെ മറ്റൊരു വേർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വേർഡിനെ മറ്റൊരു വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ടു, അറ്റ്, ആഫ്റ്റർ, ഓൺ, ബട്ട് ഇതെല്ലാം പ്രിപ്പോസിഷൻ്റെ വേർഡുകളാണ്. പ്രിപ്പോസിഷൻ സെൻറ്റൻസ് വി വാണ്ട് ടു സ്കൂൾ ഓൺ മൺഡേ. ടു സ്കൂൾ അതായത് ടു, ഓൺ മൺഡേ, മൺഡേക്കുമ്പോൾ ഓൺ. ഇത് രണ്ടും പ്രിപ്പോസിഷൻസ് ആണ്. കൺജക്ഷൻസ് ജോയിൻ ക്ലോസസ് ഓർ സെൻറ്റൻസസ് ഓർ വേർഡ്സ്. ഏതെങ്കിലും രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺജക്ഷൻസ്. ആൻ, ബട്ട് ഓർ നോർ. ഐ ലൈക്ക് ഡോഗ്സ് ആൻഡ് ഐ ലൈക്ക് ക്യാറ്റ്സ്. ഐ ലൈക്ക് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ആൻഡ് എന്നുള്ള വാക്ക്. ഐ ലൈക്ക് ഡോഗ്സ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ക്യാറ്റ്സ്. ആൻഡ്, ബട്ട് ഇവയെല്ലാം ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നു? കൺജക്ഷനായിട്ട് ഉപയോഗിക്കുന്നു. ഇൻ്റർജെക്ഷൻ ഷോർട്ട് എക്സ്ക്ലമേഷൻ, സംതിങ് ഇൻട്രസ്റ്റഡ് ഇൻ ടു എ സെൻറ്റൻസ്. ഓ, ഔ, ഹി, വെൽ. കിച്ച് ദാൻ ഹർട്ട്ഫുൾ. ഹി, ഹൗ ആർ യു? വെൽ, ഐ ഡോണ്ട് നോ. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് എന്നാന്നൊന്നും കൂടി നമ്മൾ നോക്കുകയാണ്, കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തറവായിട്ട് കിട്ടാൻ വേണ്ടി. നൗൺ എ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. പ്രൊനൗൺസ് എ പ്രൊനൗൺ ടേക്സ് ദ പ്ലേസ് ഓഫ് എ നൗൺ ഇൻ എ സെൻറ്റൻസ്. വെർ എ വെർബ് ടെൽസ് വാട്ട് ആക്ഷൻ someone or something is doing or express a state of being. Adjective
An adjective describes a noun or a pronoun. It tells what kind, how many or which one. ആഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നൗണിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയാണ്. ഇറ്റ് ടെൽ, അതെന്ത് പറയുന്നു, വാട്ട് കൈൻഡ്, ഏത് തരത്തിലുള്ളതാണ്, എന്തോരമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെല്ലാം പറയുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ്. The words a and the are the special adjectives called articles. a and the എന്ന് പറയുന്നത് 3 സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. അവയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആൻ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ. ഒരു നൗണിന് മുമ്പാണ് സാധാരണയായി നമ്മളൊരു ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ആഡ്വേർബ്സ്. ആൻ ആഡ്വേർബ് ഡിസ്ക്രൈബ്സ് എ വെർബ്. ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ഒരു ആഡ്വേർബ്. ഒരു വെർബിനെയോ ആഡ്ജക്റ്റീവിനെയോ ഒരു ആഡ്വേർബിനെയോ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് ഹൗ, വെൻ, വെയർ ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ്. എന്തോരം, എങ്ങനെ, എപ്പോൾ, എങ്ങനെ, എന്തുമാത്രം എന്നെല്ലാം പറയുന്നതാണ് ആഡ്വേർബ്സ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷൻസ്. എ പ്രിപ്പോസിഷൻ ഡിസ്ക്രൈബ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ noun or pronoun and another word in the sentence. പ്രിപ്പോസിഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ്. ഒരു നൗണും പ്രോനൗണും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനകത്ത് മറ്റൊരു വേർഡുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻസ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. കൺജങ്ഷൻസ്. എ കൺജങ്ഷൻ ജോയിൻസ് വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനകത്ത് വേർഡ്സിനെയോ ഫ്രേസസിനെയോ ജോയിൻ ചെയ്യിക്കുന്നതിനാണ് സാധാരണയായിട്ട് എന്തുപയോഗിക്കുന്നത്, കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇൻ്റർജെക്ഷൻസ്. ആൻ ഇൻ്റർജെക്ഷൻ ഈസ് എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിംഗ് ഓർ ഇമോഷൻ. ഒരാളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്ങിനെയോ ഇമോഷൻസിനെയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർജെക്ഷൻ. ഇപ്പം പാർട്സ് ഓഫ് സ്പീച്ച് ഏകദേശം മനസ്സിലാക്കി കാണും. നന്നായി പല പ്രാവശ്യം കേട്ട് പഠിച്ച് ബൈ ഹാർട്ടാക്കുക, സെൻറ്റൻസുകളിൽ ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്.